ഷിഗല്ല ഇൻഫെക്ഷൻ ഓർ ഷിഗല്ലോസിസ്. കോമൺ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ബാസിലറി ഡിസെൻട്രീനെ കുറിച്ചായിരിക്കും. ഇതിൻ്റെ വേറെ പേര് തന്നെയാണ്. ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഏജൻ്റാണ് ബാസിലറി ഡിസെൻട്രി. അതുപോലെ വേറെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ബാസിലറി ഡിസെൻട്രിയുടെയും അമീബിക് ഡിസെൻട്രിയുടെ ഡിഫറൻസ് ക്വസ്റ്റ്യനിൽ ചോദിക്കാം. ഓക്കെ, ഫസ്റ്റ് എൻ്റെ ക്ലാസിഫിക്കേഷനാണ് പറയുന്നത്. അതിന് മുമ്പ് ഇൻട്രൊഡക്ഷൻ. ഇറ്റ് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഏജൻറ്റ് ഓഫ് ബാസിലറി ഡിസെൻട്രി. ഇത് ഐസൊലേറ്റ് ചെയ്തത് ഫസ്റ്റ് ഐസൊലേറ്റ് ചെയ്തത് ഡിസെൻട്രി സീറോടൈപ്പ് 1 നിന്നിട്ടാണ്. ഇൻ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഓ ആൻറ്റിജൻ്റെ ബയോകെമിക്കൽ ആൻഡ് സെറോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിലാണ് ദേ ആർ ക്ലാസിഫൈഡ് ഇൻ ടു 4 സബ് സ്പീഷീസ് വിച്ച് ആർ ഡിസെൻട്രിയെ, ഫ്ലെക്സ്നറി, ബോയിഡി, സൊണെ, ഇങ്ങനെ 4 എണ്ണമാണ്. ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ബാസിലറി ഡിസെൻട്രി BD ആൻഡ് ഷിഗലോസിസ് അനദർ നെയിമാണല്ലോ. എന്ന് ഓർക്കുക. ഷിഗലോസിസ് ഷിഗല്ല ഇൻഫെക്ഷൻ ആണ്. ഷിഗല്ലയുടെ എസും ഇൻഫെക്ഷൻ്റെ എഫും കൂടി ഓർക്കുകയാണെങ്കിൽ ഇത് വേഗം ഓർത്തിരിക്കാൻ പറ്റും. ഓക്കെ, ബി എന്ന് പറയുമ്പോൾ ഷിഗല്ല ബോയിഡി, ഡി ഷിഗല്ല ഡിസെൻട്രി, ഷിഗല്ല എസ് എന്ന് പറയുമ്പോൾ ഷിഗല്ല സൊണി ആൻഡ് എഫ് എന്ന് പറയുമ്പോൾ ഷിഗല്ല ഫ്ലെക്സ്നറി. ഓക്കെ, ബാക്ടീരിയൽ, ബാസിലറി, dysentery and Shigella infection. അങ്ങനെ ഓർത്തുവെക്കാം. അതിന് ഓരോന്നിനും ഡിഫറെൻറ്റ് നമ്പേഴ്സ് ഓഫ് സീറോടൈപ്സ് ഉണ്ട്. ഷിഗല്ല ഡിസെൻട്രി ആണെന്നുണ്ടെങ്കിൽ 15 സീറോടൈപ്സ് ഉണ്ട്. ഷിഗല്ല ഫ്ലെക്സ്നറി ആണെങ്കിൽ 8ഉം ഷിഗല്ല ബോയിഡി ആണെങ്കിൽ 19ഉം ഉണ്ട്. ഷിഗല്ല സൊണെ ആണെന്നുണ്ടെങ്കിൽ 1 സീറോടൈപ്പേ ഉള്ളൂ. അത് മാത്രമല്ല ഇവർ കോളിസിൻ ഉണ്ടാക്കുന്നത്. കോളിസിൻ എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയോസിൻ ആണ്. നെക്സ്റ്റ് പറയാൻ പോകുന്നത് പാത്തോജെനിസിസ് ഓഫ് ഷിഗല്ല. ഷിഗല്ലയുടെ പാത്തോജെനിസിസ് പറയുമ്പോൾ ഫസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്മിഷനാണ്. It is transmitted through fingers, food and water or rarely flies. കൂടാതെ സെക്ഷൽ കോണ്ടാക്ട് വഴി ട്രാൻസ്മിറ്റ് ചെയ്യും. നെക്സ്റ്റ് ഇതിന് മിനിമം ഇൻഫെക്റ്റീവ് ഡോസ് മതി. കേപ്പബിൾ ഓഫ് ഇൻഫെക്റ്റിംഗ് വിത്ത് 10 to 100 ബാസിലി. കാരണം ഇവർ ഹീറ്റ് സ്റ്റേബിളാണ്. ഗ്യാസ്ട്രിക് ആസിഡിറ്റിയിൽ ഇവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഹാസ് ദാറ്റ് എബിലിറ്റി. കോളറ പോലെയല്ല. കോളറയ്ക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഇവർക്ക് ഗ്യാസ്ട്രിക് ആസിഡിറ്റിയിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഓഫ് ദെയർ ആസിഡ് ലയബിലിറ്റി. ഇവിടെ കുറച്ചുകൂടെ സ്റ്റേബിൾ ആയതുകൊണ്ട് ദേ ക്യാൻ സർവൈവ്. അതുകൊണ്ട് തന്നെ 10 to 100 ബാസിലി മതിയാവും ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ. എൻട്രി വിയ ദി എം സെൽ. ദി ബാസിലി എൻറ്റർ ദി മ്യൂക്കോസ വിയ ദി എം സെൽ ആൻഡ് അവർ എൻകൾട്ട് ബൈ ദി മാക്രോഫേജ്. വൺസ് മാക്രോഫേജ് എൻകൾട്ട് ചെയ്താൽ ദേ ആർ റിലീസസ് ദി ബാസിലി. ആ സമയത്ത് ഇൻഫ്ലമേറ്ററി സെൽസിനെ കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ ഇൻഫ്ലമേറ്ററി സെൽസ് വരെ റിക്രൂട്ട് ആയ ഇൻഫ്ലമേറ്ററി സെൽസ് സൈറ്റോകിൻസിനെ റിലീസ് ചെയ്യും ആൻഡ് ഇറ്റ് റിസൾട്ട് ഇൻ ഫോർമേഷൻ ഓഫ് അക്യൂട്ട് കൊളൈറ്റിസ്. വാട്ട് ഇസ് കൊളൈറ്റിസ്? ഇൻഫ്ലമേഷൻ ഓഫ് കോളൻ ആണ് കൊളൈറ്റിസ്. Next, infection is determined by a large virulence plasmid and it is coded for virulence factor such as ഈ virulence factor ഏതൊക്കെയാണ് ഇതിനെ കോഡ് ചെയ്യുന്ന virulence factor എന്ന് പറയുമ്പോൾ IPA proteins and type 3 secretory system. Indirect cell to cell transport. One host cell to other by inducing actin polymerization of the host cell mediated by ICSA protein. So ICSA protein mediate the one cell to other cell easily spread by inducing actin polymerization. Now exotoxins. Some serotypes of Shigella also produces enterotoxins. Shigella enterotoxin or SHET is structurally similar to cholera toxin and is found essentially in S. flexneri. നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലാസിഫിക്കേഷനിൽ ഒന്നായിരുന്നു. നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണ് പറഞ്ഞത്? ബാസിലറി ഡിസെൻട്രി ഷിഗല്ല ഇൻഫെക്ഷൻ. അത് വെച്ചിട്ട് ക്ലാസിഫിക്കേഷൻ ഓർത്തോക്കാൻ പറഞ്ഞത്. ബാസിലറിയുടെ B, ഡിസെൻട്രി D, ഷിഗല്ലയുടെ S, ഇൻഫെക്ഷൻ്റെ F. So F for S. flexneri. Then Shigatoxin. Shigatoxin is a cytotoxin produced by the S. dysentery type 1 and it inhibits the protein synthesized by inhibiting 60S ribosomes and it enhances the local vascular damage of the intestine as well as the internal organs such as kidney and brain. ഇവിടെ ഇൻഹിബിറ്റ് ചെയ്യുന്ന പ്രോട്ടീൻ സിന്തസിസ് ആണ്. എങ്ങനെ പ്രോട്ടീൻ സിന്തസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത്? ബൈ ഇൻഹിബിറ്റിംഗ് 60S ribosome and one more thing, structurally functionally similar to cytotoxin of enterohemorrhagic E. coli EHEC. Now endotoxins. Endotoxins they are gram negative endotoxin ആണ് inducing the intestinal inflammation and ulceration. നേരത്തെ പറഞ്ഞായിരുന്നു കൊളൈറ്റിസ്. ഇതെന്തുണ്ടാക്കും? കൊളൈറ്റിസ്. അക്യൂട്ട് കൊളൈറ്റിസ് ആണ് ഇതിൻ്റെ ഹോൾ മാർക്ക് തന്നെ. അക്യൂട്ട് കൊളൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ ഓഫ് കോളൻ. കോളൻ ഇസ് എ പാർട്ട് ഓഫ് ഇൻറ്റസ്റ്റൈൻ. ഇപ്പോൾ പറഞ്ഞ ക്ലാസിഫിക്കേഷന് പാത്തോജൻസിസും കൂടെ സമ്മറൈസ് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യാം. ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പറഞ്ഞ ഇൻട്രൊഡക്ഷനായിട്ട് നമ്മൾ പറഞ്ഞത് ഡിസെൻട്രി സീറോടൈപ്പ് 1 നിന്നാണ് ഇത് ഫസ്റ്റ് ഐസൊലേറ്റ് ചെയ്തെടുത്തത് എന്നുള്ളത്. പിന്നെ ക്ലാസിഫിക്കേഷനായിട്ട് നമ്മളൊരു കോഡ് പഠിച്ചു BDFS എന്നുള്ളത്. ബാസിലറി ഡിസെൻട്രി ഷിഗല്ല ഇൻഫെക്ഷൻ.
ഇനി ഈ ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്തത് ഓ ആൻറ്റിജൻ്റെ കോമ്പിനേഷൻ ഓഫ് ബയോകെമിക്കൽ ഫിസിയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ചാണ്. അങ്ങനെ 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഷിഗല്ല ഡിസെൻട്രി, ഷിഗല്ല ഫ്ലെക്സിനറി, ഷിഗല്ല ബോയിഡി ആൻഡ് ഷിഗല്ല സൊണി. ആൻഡ് ഈച്ച് ഷിഗല്ലയ്ക്കും ഡിഫറെൻറ്റ് നമ്പേഴ്സ് ഓഫ് സീറോടൈപ്സ് ഉണ്ട്. ഷിഗല്ല ഡിസെൻട്രി ആണെന്നുണ്ടെങ്കിൽ 15 സീറോടൈപ്സും, ഷിഗല്ല ഫ്ലെക്സിനറിക്ക് 8ഉം, ഷിഗല്ല ബോയിഡി ആണെങ്കിൽ 19 സീറോടൈപ്സാണ് ഉള്ളത്. കൂടാതെ ഷിഗല്ല സൊണി ആണെന്നുണ്ടെങ്കിൽ 1 സീറോടൈപ്പ് ഉണ്ട്. കൂടാതെ ഇതിന് കൊളിസിൻ എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ സിൻസ് ഉണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദിസ് ഇസ് അബൌട്ട് ദി ക്ലാസിഫിക്കേഷൻ്റെ ഇൻ ഷോർട്ട് വരുന്നത്. ഇനി പാത്തോജെനിസിസ്. പാത്തോജെനിസിസ് നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞത് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ആണ്, ത്രൂ കണ്ടാമിനേറ്റഡ് ഫിംഗർ, വാട്ടർ, ഫുഡ്, റയർലി ത്രൂ ഫ്ലൈസ്. ഓക്കെ, പിന്നെ മിനിമം ഇൻഫെക്റ്റ് ഡോസ് മതി, കാരണം ഇത് നമ്മുടെ ഗ്യാസ്ട്രിക് ആസിഡിൽ സ്റ്റേബിളായിട്ട് നിന്നോളും. ആൻഡ് എങ്ങനെയാണ് നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുന്നത്? മ്യൂക്കോസിലേക്ക് എൻ്റർ ചെയ്യുന്നത് എം സെൽ വഴി. അത് എൻഗൾഫ്ഡ് ബൈ ദി മാക്രോവേജ്, ആൻഡ് ദിസ് മാക്രോവേജ് എന്ത് ബാസിലെ റിലീസ് ചെയ്യും. ബാസിലെ റിലീസ് ചെയ്യുമ്പോഴത്തേക്കും ഇൻഫ്ലമേറ്ററി സെൽസ് കൂടുതലൂടെ റിക്രൂട്ട് ചെയ്യും. അങ്ങനെ റിക്രൂട്ട് ചെയ്ത് ഇൻഫ്ലമേറ്ററി സെൽസ് സൈറ്റോകൈൻ റിലീസ് ചെയ്യും. ദിസ് സൈറ്റോകൈൻ കോസസ് അക്യൂട്ട് കോളൈറ്റിസ്. കോളൈറ്റിസ് പറയുമ്പോൾ ഇൻഫ്ലമേഷൻ ഓഫ് എ കോളൻ. ഇത് തന്നെയാണ് ഹോൾമാർക്ക് ഓഫ് ഷിഗല്ലോസിസ്. ദെൻ ഇതിൻ്റെ ഇൻവേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇൻവേഷൻ പറഞ്ഞറിയാലോ മുഴുവനായിട്ടും. ഇൻവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും വിർലൻസ് ഫാക്ടറിനെ കോഡ് ചെയ്തിട്ടാണ് ഇൻവേഡ് ചെയ്യുന്നത്. കോഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന അവരുടെ പ്രോട്ടീൻസാണ് IPA പ്രോട്ടീൻ ആൻഡ് ടൈപ്പ് 3 സെക്രിയേഷൻ സിസ്റ്റം. പിന്നെ ഇതിന് ഡയറക്റ്റ് സെൽ ടു സെൽ സ്പ്രെഡ് വരുന്നുണ്ട്. വൺ ഹോസ്റ്റ് സെൽ ടു അതർ ഹോസ്റ്റ് സെൽ മീഡിയേറ്റഡ് ബൈ ICSA പ്രോട്ടീൻ. ഇത് ഇൻഡ്യൂസ് ചെയ്യുന്നത് ആക്റ്റിൻ പോളിമറൈസേഷൻ ആണ്. ഓക്കെ, ഇതിന് എക്സോടോക്സിൻസ് ഉണ്ട്, എൻഡോടോക്സിൻസ് ഉണ്ട്. എക്സോടോക്സിൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഷിഗല്ല എൻഡറോടോക്സിൻസ് ആണ്. ഷിഗല്ല എൻഡറോടോക്സിൻസ് എന്ന് പറയുമ്പോൾ എസെൻഷ്യലി പ്രൊഡ്യൂസ്ഡ് ബൈ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഷിഗല്ല ഫ്ലെക്സിനറി ആണ്. ഇറ്റ് ഇസ് സിമിലർ ടു കൊളറ ടോക്സിൻ. ഷിഗാടോക്സിൻസ് ഉണ്ട്. ഷിഗാടോക്സിൻ ഇസ് എ സൈറ്റോടോക്സിൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഡിസെൻട്രി. ഇവർക്ക് ഹൈ മോർട്ടിലിറ്റി ഉണ്ട്, ഷിഗല്ല ഡിസെൻട്രിക്ക്. ആൻഡ് ഇറ്റ് ഇസ് സ്ട്രക്ചറലി ആൻഡ് ഫങ്ഷണലി സിമിലർ ടു ദി വെറോസൈറ്റോടോക്സിൻ നേരത്തെ പറഞ്ഞായിരുന്നു. അത് പാർട്ട് ഓഫ് എൻഡറോ ഹെമറേജിക് ഈക്കോളൈ. ഓക്കെ, നേരത്തെ പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇത് ഇൻഹിബിറ്റ് ചെയ്യും പ്രോട്ടീൻ സിന്തസിസ് ബൈ ഇൻഹിബിറ്റിംഗ് 6TS റൈബോസോംസ്, ആൻഡ് ഇറ്റ് കോസസ് ഡാമേജ് ഓഫ് ദി ഇൻഡസ്റ്റൈൻ ആസ് വെൽ ആസ് ദി ഇൻഡസ്റ്റൈൻ ഇന്റേണൽ ഓർഗൻസ് സച്ച് ആസ് കിഡ്നി, ബ്രെയിൻ എക്സെട്ര. ദെൻ എൻഡോടോക്സിൻ വരെ നേരത്തെ പറഞ്ഞാൽ ഇത് എന്ത് ചെയ്യും? ഗ്രാം നെഗറ്റീവ് എൻഡോടോക്സിൻസ് ആണ്. അപ്പോൾ ഇത് എന്ത് ഇൻഡ്യൂസ് ചെയ്യും? ഇൻഡസ്റ്റൈനൽ ഇൻഫ്ലമേഷൻ ആൻഡ് അൾസറേഷൻ. ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ഓഫ് ഷിഗല്ല. ഇൻക്യുബേഷൻ പീരീഡ് വരുന്നത് 1 to 4 days ആണ്. വേറെ സ്കോളറയുടെ എത്ര 24 to 48 hours ഉണ്ടായുള്ളൂ. ഇവിടെ നിന്ന് 1 to 4 days ആയി. ഇനീഷ്യൽ ഫേസിൽ ഷിഗല്ലോസിസിലാണെങ്കിൽ വാട്ടർ ഡയേറിയ വിത്ത് ഫീവർ, മലേസ്, അനോറക്സിയ, വോമിറ്റിംഗ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ടർ ഡയറിയ മാത്രം പോരാ, വിത്ത് ഫീവർ, മലേസ്, അനോറക്സിയ ആൻഡ് വോമിറ്റിംഗ്. ദെൻ ഫേസ് ഓഫ് ഡിസെൻട്രിയുടെ ഫേസിലെത്തിയിട്ടുണ്ടെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഫ്രീക്വൻറ്റ് പാസേജ് ഓഫ് ബ്ലഡി മ്യൂക്കോപ്യൂരിലൻ സ്റ്റൂൾ വിത്ത് ഇൻക്രീസ്ഡ് ടെനസ്മസ്. ടെനസ്മസ് എന്ന് പറയുന്നത് tendency to void the stool. Okay, and abdominal cramp ഉണ്ടാവും. Endoscopy shows a dermatitis and hemorrhagic mucosa with ulceration and overlying exudates. Endoscopy ചെയ്യുമ്പോൾ എന്തൊരു hemorrhagic mucosa ulcerations കാണാൻ പറ്റും. Then phases of complications. Children less than 5 years of age കൂടുതലായിട്ട് കാണുന്നത് അവിടെ ഇൻഡസ്റ്റൈനിലാണെങ്കിൽ it causes മെഗാകോളൻ. ഇൻഡസ്റ്റൈൻ വേണമെങ്കിൽ വലുതാവാം, അല്ലെങ്കിൽ ഇൻഡസ്റ്റൈനിൽ ഒരു പെർഫറേഷൻസ് ഉണ്ടാവാം. അല്ലെന്നുണ്ടെങ്കിൽ ഇൻഡസ്റ്റൈനിൽ എന്ത് പറ്റാം? റെക്റ്റം പ്രൊലാപ്സ് വരാം, പുറത്തേക്ക് ഇറങ്ങാം. ഇൻഡസ്റ്റൈനൽ കോംപ്ലിക്കേഷനിലൊക്കെയാണ് കോംപ്ലിക്കേഷൻ വരാൻ സാധ്യത. മെഗാകോളൻ, പെർഫറേഷൻസ് ആൻഡ് റെക്ടൽ പ്രൊലാപ്സ്. ഇനി മെറ്റബോളിക് കോംപ്ലിക്കേഷൻസ് പറയുമ്പം ഗ്ലൂക്കോസ് റിലീസ് ആവും, അതുപോലെ വെള്ളം അല്ലെങ്കിൽ സോഡിയം, ഇതെല്ലാം കൂടുതൽ വാട്ടർ സ്റ്റൂൾ ആകുമ്പോഴത്തേക്കും ബോഡിയിൽ നിന്നത് എക്സ്ക്രീറ്റ് ആയി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈപ്പോഗ്ലൈസീമിയ, ഗ്ലൂക്കോസ് കുറഞ്ഞതുകൊണ്ട്, ഹൈപ്പോനാട്രീമിയ, സോഡിയം കുറയുമ്പോൾ, ആൻഡ് ഡീഹൈഡ്രേഷൻ, വാട്ടർ എലിമിനേറ്റ് ആകുന്നുണ്ട്. ദെൻ ഇക്കറി സിൻഡ്രോം, അത് സിവിയർ കേസസിലാണ്. ടോക്സിക് എൻസെഫലോപ്പതി. ഇറ്റ് ഈസ് എ മെറ്റബോളിക് കോംപ്ലിക്കേഷൻ ഓഫ് ഷിഗല്ലോസിസ്, മാനിഫെസ്റ്റ് ആസ് ഓൾട്ടേർഡ് കോൺഷ്യസ്നസ്, സീഷർ, ഡെലീറിയം, അബ്നോർമൽ പോസ്ചറിങ് ആൻഡ് സെറിബ്രൽ എഡിമ. ഈവൻ കോമ വരെ അതെത്താം. ഇനി റയർലി ബാക്ടീരിയമia വരും. ബാക്ടീരിയമia വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് കോസസ് മെനിഞ്ചൈറ്റിസ് ആൻഡ് ന്യൂമോണിയ, and rarely it causes vaginitis and keratoconjunctivitis. Then post-infectious phase. ഇത്രയും പറഞ്ഞത് ഇൻഫെക്ഷൻ സ്റ്റാർട്ടിങ് ഇനീഷ്യൽ ഫേസ്, ഡിസെൻട്രിയുടെ ഫേസിൽ അതിൻ്റെ കോംപ്ലിക്കേഷൻസ്, ആൻഡ് ഇവിടെ പറയുന്നത് എൻ്റെ പോസ്റ്റ് ഇൻഫെക്ഷൻ. ഒരാൾക്ക് ഇൻഫെക്ഷൻ എഴുതാണ് വന്നു കഴിയുമ്പോൾ പേഷ്യൻറ്റിൽ HLA-B27 എക്സ്പ്രസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് കോസസ് ഓട്ടോ ഇമ്മ്യൂൺ റിയാക്ഷൻസ്.
characterized by reactive arthritis, ocular inflammation, and urethritis. It is seen only after S. flexneri infection. S. flexneri infection ആണ് പേഷ്യൻറ്റിന് വന്നെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടും ഈ സിംറ്റംസ് എല്ലാം കാണും. ഇനി ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ്റെ ഇൻ ഷോർട്ടാക്കി പറയാണ്. ഇൻക്യുബേഷൻ പീരീഡ് 1 to 4 days ആയിരിക്കും. ഇനീഷ്യൽ ഫേസിൽ വാട്ടർ ഡയറിയുടെ ഒപ്പം ഫീവർ, മെലീസ്, അനോറെക്സിയ, വോമിറ്റിംഗ് ഇതെല്ലാം കാണിക്കും. ഫേസ് ഓഫ് ഡിസെൻട്രി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? frequent passage of stool with bloody mucopurulent stool, increased tenesmus and abdominal cramps ഉണ്ടാവും. എൻഡോസ്കോപ്പി ചെയ്യുമ്പോഴത്തേക്ക് ഹെമറേജിക് മ്യൂക്കോസ്, അൾസറേഷൻസ്, എക്സ്റേസ് ഒക്കെ കാണാൻ പറ്റും. ഫേസ് ഓഫ് കോംപ്ലിക്കേഷൻ ഇൻഡസ്റ്റൈനിലാണെങ്കിൽ മെഗാക്കോളൻ, പ്രൊലാപ്സ്, റെക്ടൽ പ്രൊലാപ്സ് ആൻഡ് പെർഫോറേഷൻസ് ഉണ്ടാക്കും. മെറ്റബോളിക് കോംപ്ലിക്കേഷൻസ് ആണെങ്കിൽ ഹൈപ്പോഗ്ലൈസീമിയ, ഗ്ലൂക്കോസ് കുറയാം, സോഡിയം കുറയാം, ഹൈപ്പോനാട്രീമിയ, വാട്ടർ ലോസ് വരും, ഡീഹൈഡ്രേഷൻ. എക്കറി സിൻഡ്രോം എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞു ഓൾട്ടേർഡ് കോൺഷ്യസ്നസ്, സീഷ്യർ, ഡെലീറിയം, അബ്നോർമൽ പോസ്റ്ററിങ്, സെറിബ്രൽ എഴുമ വരാം. ബാക്ടീരിയമിയ ഈസ് റെയർ ആണ്. വന്നാൽ തന്നെ മെനിഞ്ചൈറ്റിസ്, ന്യൂമോണിയ ആൻഡ് പിന്നെ റെയറായിട്ട് വെജിനൈറ്റിസ് അറിയാം. ഇൻഫ്ലമേഷൻ ഓഫ് വെജിൻ ആൻഡ് കെരാറ്റോ കൺജങ്ക്റ്റിവൈറ്റിസ് ഹാസ് ബീൻ റിപ്പോർട്ടഡ്. ഇനി പോസ്റ്റ് ഇൻഫെക്ഷസ് ഫേസ് ആണെങ്കിൽ പുതുതാണ് ഇൻഫെക്ഷൻ വന്ന ഒരാൾക്ക് വീണ്ടും ഈ HLA-B20 എന്ന് പറഞ്ഞ ബോഡിയിൽ പ്രസൻ്റ് ആണ്, പേഷ്യൻ്റ് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് വരും. അത് ക്യാരക്ടറൈസ് ചെയ്യുന്നത് റിയാക്റ്റീവ് ആർത്രൈറ്റിസ്, ഓക്കുലർ ഇൻഫ്ലമേഷൻ, അതുപോലെ തന്നെ യുറേത്രൈറ്റിസ്. കൂടുതലായിട്ടും എസ് ഫ്ലെക്സ്നറിയിലാണ്. എസ് ഫ്ലെക്സ്നറി ഇൻഫെക്ഷൻ വന്നവർക്കാണ് കൂടുതലായിട്ട് ഇതൊക്കെ കാണുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ലാബ് ഡയഗ്നോസിസ് ആണ്. ലാബ് ഡയഗ്നോസിസ് നമ്മൾ കൂടുതലായിട്ട് ഫ്രഷ് സ്റ്റൂൾ ഈസ് ദി ഐഡിയൽ സ്പെസിമെൻ ആണ്. ആൻഡ് റെക്ടൽ സ്വാബ് ഈസ് നോട്ട് സാറ്റിസ്ഫാക്ടറി. ഓക്കെ, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സ്പെസിമെൻ ആണ് കൂടുതലായിട്ട് കളക്ട് ചെയ്യുന്നത്. Wet non-preparation of feces shows a large number of pus cell, erythrocytes and macrophages. ഇതിന് വേണ്ടിയിട്ടാണ് ഫ്രഷ് സ്റ്റൂൾ കളക്ട് ചെയ്യുന്നത്. പസ് സെൽ, എറിത്രോസൈറ്റ്, മാക്രോഫേജ് ഒക്കെ വെറ്റ് നോൺ പ്രിപ്പറേഷൻ ഓഫ് ഫീക്കസിൽ കാണാൻ പറ്റും. ഇനി കൾച്ചേഴ്സ് നമ്മൾ കൊളറ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും കമൽ സെൽസ് വളരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഹിബിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എൻറിച്ച്ഡ് ഗ്രോത്ത് സെലക്ടീവ് മീഡിയാസ് എടുക്കുന്നുണ്ട്. എൻറിച്ച്ഡ് ഗ്രോത്ത് എന്ന് പറയുമ്പോഴത്തേക്കും സെലിനൈറ്റ് എഫ് ഗ്രോത്ത് ആൻഡ് ഗ്രാം നെഗറ്റീവ് ഗ്രോത്ത്. ആൻഡ് സെലക്റ്റീവ് മീഡിയ എന്ന് പറയുമ്പോഴത്തേക്കും മൈൽഡ്ലി സെലക്റ്റീവ് മീഡിയാസ് മക്കോൺകി അഗർ എടുക്കും. അങ്ങനെ മക്കോൺകി അഗർ എടുക്കുമ്പോഴത്തേക്കും നോൺ ലാക്ടോസ് ഫെർമെൻറ്റിംഗ് പെയിൽ കോളനീസ് കാണാം. ഇത് ട്രാൻസ്ലൂസൻ്റ് ആയിരിക്കും. ദെൻ ഹൈലി സെലക്റ്റീവ് മീഡിയ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബയൽ സോൾട്ട്സ് ആർ ഇൻഹിബിറ്ററി ഏജൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഇൻക്രീസ്ഡ് കോൺസെൻട്രേഷൻ ഓഫ് ബയൽ സോൾട്ട്. ഇതിൻ്റെ എക്സാമ്പിളാണ് DCA, deoxycholine citrate, producing colorless NLF colonies. XLR agar producing red colonies without black center. ഇപ്പോൾ DCA colonies ആണെങ്കിൽ NLF colonies ഉണ്ടാക്കും. DCA produces NLF colony. DCA എന്ന് പറഞ്ഞാൽ അഗാറാണ്. ദെൻ NLF colonies ഉണ്ടാക്കുന്നത്. XLD അഗർ എന്ന് പറയുമ്പോൾ റെഡ് colonies ഉണ്ടാക്കും വിത്ത് ബ്ലാക്ക് സെൻറ്റർ. ദെൻ കൾച്ചർ സ്മിയർ ആൻഡ് മോട്ടിലിറ്റി ടെസ്റ്റിംഗ്. ഇവിടെ ഗ്രാം സ്റ്റെയിൻ സ്മിയർ ഓഫ് colony റിവീൽസ് ഷോർട്ട് ഗ്രാം നെഗറ്റീവ് ബാസിലി ആൻഡ് നോൺ മൊട്ടൈൽ, നോൺ ക്യാപ്സുലേറ്റഡ് ആൻഡ് നോൺ സ്പോറിംഗ് ആയിട്ടുള്ള ബാസിലി ആയിരിക്കും കാണാൻ പറ്റുന്നത് കൾച്ചർ ചെയ്യുമ്പോഴത്തേക്കും. ഗ്രാം നെഗറ്റീവ് ബാസിലി, നോൺ മൊട്ടൈൽ, നോൺ ക്യാപ്സുലേറ്റഡ് ആൻഡ് നോൺ സ്പോറിംഗ്. ഐഡൻറ്റിഫിക്കേഷൻ സാധാരണ നമ്മൾ ഓട്ടോമേറ്റ് ഐഡൻറ്റിഫിക്കേഷൻ ടെക്നിക്കിൽ വിറ്റിക്കും വാലിഡിറ്റോഫും പറയും. ഇവിടെ വിറ്റിക്ക് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് വാലിഡിറ്റോഫ് പറയുന്നില്ല അത് അടുത്ത് പറയുമ്പോൾ പറയും. ഷിഗല്ല ഈസ് കാറ്റലൈസ് പോസിറ്റീവ് ആൻഡ് ഓക്സിഡൈസ് നെഗറ്റീവ്. നമ്മൾ കോളറ പറഞ്ഞപ്പോഴത്തേക്കും സിയും ഓയും, കാറ്റലൈസിൻ്റെ സിയും ഓക്സിഡൈസിൻ്റെ ഓയും, കോളറ എന്ന് എഴുതുമ്പോൾ സിയും CHOLER അല്ലേ. അപ്പോൾ ഓയും സിയും ഒക്കെ അതിനകത്തുള്ളതുകൊണ്ട് അത് പോസിറ്റീവ് എന്ന് വിളിച്ചു. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും ഷിഗല്ല എന്ന് പറയുമ്പോഴത്തേക്കും സിയും ഓയും ഇല്ലല്ലോ, അപ്പോൾ അത് നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെ പഠിക്കാം. സോറി, ഷിഗല്ലയ്ക്ക് കാറ്റലൈസ് നേരത്തെ പഠിച്ചത് കാറ്റലൈസും ഓക്സിഡൈസും പോസിറ്റീവായിട്ടായിരുന്നു കോളറയ്ക്ക് പഠിച്ചത്. അപ്പോൾ ഷിഗല്ല വരുമ്പോഴത്തേക്കും കാറ്റലൈസ് മാത്രം പോസിറ്റീവ്. ബാസിലറി ഡിസെൻട്രി ഷിഗല്ലയുടെ വേറെ പേരാണല്ലോ. ബാസിലറിയുടെ C4 കാറ്റലൈസ് പോസിറ്റീവ്, അവിടെ ഓയില്ലല്ലോ. ഓക്കെ, ബാസിലറി എന്ന് എഴുതുമ്പോൾ അങ്ങനെ വരുമ്പോൾ ഓക്സിഡൈസ് നമുക്ക് നെഗറ്റീവും ആൻഡ് കാറ്റലൈസ് പോസിറ്റീവാണ് ഓർത്ത് വെക്കാൻ പറ്റും. ICUT നമ്മൾ കോളറയിൽ ഇൻഡോൾ പോസിറ്റീവായിട്ടാണ് പഠിച്ചത്. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പം ഇൻഡോളും സിട്രേറ്റും അതുപോലെ യൂറിയസൊക്കെ നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ ട്രിപ്പിൾ ഷുഗർ അയൺ ടെസ്റ്റ് ആണെങ്കിൽ ആൽക്കലൈൻ ഓർ ആസിഡ് ആൻഡ് ഗ്യാസ് ആബ്സെൻ്റ് ആയിരിക്കും H2Sൽ. കോളറയ്ക്കും ആബ്സെൻ്റ് ആയിരുന്നു ഗ്യാസ്, പക്ഷേ ഇവിടെ ആസിഡ് ആയിരുന്നു. ഇവിടെ ഷോസ് ആൽക്കലൈൻ ആസിഡാണ്. ഓക്കെ, പിന്നെ ഓൾ ഷിഗല്ല സ്പീഷീസ് ആർ മാനിറ്റോൾ ഫെർമെൻറ്റേഴ്സ് എക്സെപ്റ്റ് dysentery. അതുപോലെ ഓട്ടോമേറ്റഡ് നേരത്തെ പറഞ്ഞ മാൽഡിറ്റോഫ് എന്തുകൊണ്ട് അവിടെ പറഞ്ഞില്ല. ഓട്ടോമേറ്റഡ് മാൽഡിറ്റോഫ് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ദേ പൂർലി ഡിഫറൻഷിയേറ്റ് ഷിഗല്ല ഫ്രം ഈക്വലൈ. അതുകൊണ്ട് ഇനി സീറോ ടൈപ്പിംഗ്. Because of biochemical variation, identification of Shigella is always confirmed by slight agglutination with the polyvalent antisera. എന്തുകൊണ്ട് polyvalent antisera യൂസ് ചെയ്ത് അഗ്ലൂട്ടിനേറ്റ് ചെയ്യേണ്ടി വരുന്നു?
ബിക്കോസ് ഇതിൻ്റെ വേരിയേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട്. And these species, then the species identification can be done by using groups. Specific antisera specific for serotype. Serotypes under each species are further detected by using type specific antisera. Then collagen typing നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനായിരിക്കും? കോളേജ് നമ്മൾ ഒരു ഒരു ക്ലാസിഫിക്കേഷനെ പഠിച്ചുള്ളൂ. എസ് സൊണേലി ഷിഗല്ലയുടെ സൊണേലി ക്ലാസിഫിക്കേഷനിലാണ് കൊളീസിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ കൊളീസിൻ ടൈപ്പിംഗ് ചെയ്താൽ യെസ് സൊണേലിന് കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ ആൻറ്റി മൈക്രോബിയൽ സസെപ്റ്റിബിലിറ്റി ടെസ്റ്റ് ബൈ ഡിപ്സ്റ്റിക് മെത്തേഡിൽ മുള്ളിയർ ഹണ്ടിനൊക്കെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ദെൻ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഡ്രഗ് ഓഫ് ചോയ്സ് ആയിട്ട് പറയുന്നത് സിപ്രോഫ്ലോസാക്സിനാണ്. അതുപോലെ കുറച്ച് ഓൾട്ടർനേറ്റീവ് ഡ്രഗ്സ് ഉണ്ട്, സെഫ്ട്രിയാസോൺ, അസിത്രോമൈസിൻ എക്സെട്ര. പിന്നെ ഓറൽ റീഹൈഡ്രേറ്റിംഗ് സൊല്യൂഷൻ ORS should be started for correction of dehydration and nutrition initially. ഇനി ഇതിൻ്റെ കുറച്ച് പ്രിവെൻഷൻ മെത്തേഡ്സ് നോക്കാം. പ്രിവെൻഷൻ എങ്ങനെയൊക്കെ ചെയ്യാം? ഹാൻഡ് വാഷിംഗ് ആഫ്റ്റർ ഹാൻഡിലിംഗ് ഓഫ് ദി ചൈൽഡ്സ് ഫീക്കേഴ്സ് ആൻഡ് ബിഫോർ ഹാൻഡിലിംഗ് ഓഫ് ദി ഫുഡ് ഈസ് ഹൈലി റെക്കമെൻഡഡ്. സ്റ്റൂൾ decontamination with the sodium hypochlorite have proven useful, and there is no vaccine against shigellosis is currently available, though severe clinical trials are being conducted. സോ ഇതാണ് നമ്മൾ ഷിഗല്ലിനെ കുറിച്ച് പറഞ്ഞത്. ഇതിലിപ്പോൾ മെയിനായിട്ട് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് മനസ്സിലായി, പത്തോജനസിസ് നോക്കി, ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ്, ലബോറട്ടറി ഡയഗ്നോസിസ് ആൻഡ് ഒരു കാര്യം കൂടി പഠിച്ചു, പ്രിവെൻഷൻ.